ആൺപെൺ വ്യത്യാസമില്ലാതെ കേരളത്തിലെ കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളും കൗമാരക്കാരും ഇന്ന് ലഹരിയുടെ ഒരു മഹാവലയത്തിൽ അകപ്പെടുന്ന വാർത്ത ദിനംപ്രതി നമ്മൾ കേൾക്കുകയാണ്. നിരവധിയായ ബോധവൽക്കരണങ്ങൾ സംസ്ഥാനത്തെമ്പാടും പ്രത്യേകിച്ച് വിദ്യാലയങ്ങൾ അടക്കം കേന്ദ്രീകരിച്ച് നടക്കുമ്പോഴും സംസ്ഥാനത്തേക്ക് ഒഴുകുന്ന ലഹരികളുടെ കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. രാസലഹരി ഒരു അർബുദം പോലെ യുവതലമുറയെ കൈയടക്കുമ്പോൾ എന്തുണ്ടതിന് പരിഹാരം? നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ഈ രാസലഹരിയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. എന്നാൽ അതൊന്നും പ്രാവർത്തികമാകുന്നില്ല എന്ന് മാത്രമല്ല, ദിനംപ്രതി ലഹരി കേസുകൾ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും? പല സംസ്ഥാനങ്ങളിലും, അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനമായിക്കോട്ടെ, നമ്മുടെ സംസ്ഥാനമായിക്കോട്ടെ, സർക്കാർ എത്രത്തോളം തന്നെ ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ നിയമം കുറച്ചും കൂടി കർശനമാകാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ അനുഭവത്തിൽ നിന്ന് കണ്ടിരിക്കുന്നത്. കാരണം ഒരു ലാഘവത്വമുണ്ട്. നമ്മൾ പലപ്പോഴും ഇത്ര ദിവസം കൊണ്ട് ഇത്ര പിടിച്ചു അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പിടിച്ചു എന്നൊക്കെ പറയുമ്പോഴും നമ്മളുടെ കാര്യത്തിൽ ഈ മീഡിയയും ചെറിയ തോതിൽ കുറ്റപ്പെടുത്തും കേട്ടോ. കാരണം നിങ്ങൾ ഇത് എപ്പോൾ കിട്ടി, എത്ര കിട്ടിയെന്ന് പറയുന്നതല്ലാതെ പിന്നെ എന്ത് സംഭവിച്ചു എന്നൊരിക്കലും പറഞ്ഞ് നമ്മൾ കാണാറില്ല. അത് ഈ കൂടുതലും ഇതിനകത്ത് പെടുന്ന ആൾക്കാർ, അതായത് കുറ്റവാളികൾ എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നവർ, ഇവർക്ക് ഒരു പേടിയില്ലാതാകുകയാണ്. ഈ നിയമത്തിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പേടിയില്ലാതാകുകയാണ്. നമുക്കിതിന് മാറ്റം വരുത്തണമെങ്കിൽ 2-3 പോയിൻറ്റ്സ് ആയിട്ട് പറയാനാണെങ്കിൽ, ഒന്ന്, നിയമം കുറച്ചുകൂടി കർശനമാക്കണം. രണ്ടാമത്, കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്കൂളായിക്കോട്ടെ കോളേജായിക്കോട്ടെ സ്റ്റുഡൻസ് പേരൻസ് കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ അധിക സമയം അവരുടെ വിദ്യാഭ്യാസ സ്ഥലങ്ങളിലാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ചവർ അവിടെ വന്നിട്ട് അവിടുത്തെ ടീച്ചേഴ്സിനെ ഈ കുട്ടികളെ തിരിച്ചറിയാനും അവരെ ഗൈഡ് ചെയ്യാനുമുള്ള നോളജ് അവർ പഠിച്ചിരിക്കുന്ന പഠിത്തത്തിൽ ഉണ്ടാവാൻ വഴിയില്ല. സോ സർക്കാർ തലത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ NGOs ആയിക്കോട്ടെ, അവർക്ക് അതിനുള്ള എഡ്യൂക്കേഷനും നോളജും കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത് പോകെ പേരൻസിനോടുമാണ് കൂടുതൽ സംസാരിക്കേണ്ടത്. കാരണം ഒരു ട്രാൻസിഷൻ പീരീഡിലുള്ള ഒരു പേരൻസാണ് ഇന്നത്തെ തലമുറയ്ക്കുള്ളത്. മുൻ തലമുറ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞുള്ള ഞങ്ങളുടെ തലമുറ എന്ന് വന്നു കഴിഞ്ഞപ്പം കുറച്ച് ലീനിയൻ്റായി. എൻ്റെ തലമുറ കഴിഞ്ഞുള്ള പേരൻസ് എന്ന് പറയുന്നവർ ഒത്തിരി സ്ട്രെച്ചബിളായി. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഫ്രീഡം എന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്ഥാനത്ത് എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രീഡത്തിൻ്റെ ലിമിറ്റ് നമുക്കറിയുന്നില്ല. അപ്പോൾ പേരൻസിനും അറിയണം, ഞാൻ എൻ്റെ കുട്ടിയുടെ ഫ്രണ്ടാണ് എന്ന് പറയുമ്പം എത്രത്തോളം ഫ്രണ്ടാണ്, ആ ഫ്രണ്ട്ഷിപ്പിന് പരിമിതി എവിടെയായിരിക്കണം, ഇത് നമുക്ക് തെളിച്ച് പറഞ്ഞ് അവരെ മനസ്സിലാക്കാനും ഈ ലഹരി വസ്തുക്കൾ എത്രത്തോളം ഏതൊക്കെ രീതിയിൽ നമ്മുടെ കുട്ടികളിൽ എത്തിച്ചേരും എന്നുള്ളൊരഭിപ്രായവും കൂടി നമ്മളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പ് തലത്തിൽ നിന്ന് തന്നെ തൻ്റെ കുഞ്ഞിൻ്റെ പ്രവൃത്തി, കൂട്ടുകെട്ട്, ഈ കാര്യങ്ങൾ നമുക്ക് അറിയാനും അവരെ ഇതിലോട്ട് പോയി ചാടുന്നതിന് മുമ്പ് രക്ഷിക്കാനും പറ്റും എന്നുള്ളതാണ് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു അഭിപ്രായം.